ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ മുന്നിൽ കൂടെ 2 ചിക്സിന്റെ കൂടെ വണ്ടി പോകുന്നത് ഞാൻ എപ്പോഴും എന്റെ തലയിൽ ഓർത്തിരിക്കുവോ ഞാനത് മനസ്സിലായ ഞാൻ മറന്നിട്ടില്ല. കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ മുട്ടിച്ചില്ല എന്ന് വന്ന സമയത്താ എന്നേക്ക് വിളി വരുന്നത്. കാർലോനെ പൊക്കിന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രാക്കില്ല വാസുവനെ അറിയാവോ? ഒച്ചക്ക് തെറി വിളിച്ചിട്ട് പറഞ്ഞു ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ നീ. അന്ന് ഒരു പിടിക്ക് 2 പക്ഷിയായിരുന്നു. അത് ക്യാൻസൽ ചെയ്യാൻ എങ്ങനെയും പിന്നെ കാരണമേ പൊക്കുക. ഇത് രണ്ടുമായിരുന്നു എന്റെ ടാർഗറ്റ്. ഓ മൈ ഗോഡ്, ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ? അതെ അതെ അതെ. പക്ഷേ എന്നാ പിന്നെ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചേ. സാരമില്ല, വാസുവൻ എന്തായാലും ഓർമ്മയില്ലല്ലോ, സാരമില്ല. ബർത്ത്ഡേ ആണോ? വേണ്ട വാസുവനെ, കുഴപ്പമില്ല. അപ്പൊ ഈ ഡീഡോസ് മാറാൻ എന്താ ചെയ്യണ്ടേ സെർവറില്? ഡീഡോസ് മാറാൻ ഈ സർവറിലെ ഡീഡോസ് മാറാനത് യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. ഹലോ, യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. സൗണ്ട് പോയി. ഹലോ, മാസം പോയി. ഇപ്പുറത്തോട്ട് വാ. ഹലോ, കേക്കാവോ? ഇങ്ങോട്ട് വാ. അവിടെ കൊളീഷനുണ്ട്, ഇങ്ങോട്ട് വാ. കൊളീഷനുണ്ട്, ഇങ്ങോട്ട് വാ. മാസം വേടാ. സ്റ്റാമ്പേഡ് എടാ, ഇത് സിറ്റി റീസ്റ്റാർട്ട് ആടാ. റീസ്റ്റാർട്ട് ആകുമ്പോ ഇങ്ങനെയാടാ നമ്മള് കണക്കുന്നത്. സ്റ്റാമ്പേഡിന്റെ ആണോ അത്? നീ എന്തിന് പറയണേ? മണ്ടത്തിനെ പറയല്ലേ? അത് സ്റ്റാമ്പേഡിന്റെ അല്ല, അത് സിറ്റി റീസ്റ്റാർട്ട് ആയതാ. ഹലോ പറയടാ. 79,759 അത്ര കിട്ടിയോ? അത്ര സെറ്റടാ സാറൊക്കെ. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചായിരുന്നു അവിടെ. അത് ഓക്കെ. എടാ എന്റെ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നിന്റെ. 10-12 തൊട്ടേ പിൻ ചെയ്ത് വെച്ചിരിക്കുക കേസ്. അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനൊരു ചാരിറ്റി സ്ട്രീം ചെയ്തോണ്ടിരിക്കുക കേസ്. അവൻ്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഹെൽപ്പ്. 1 രൂപയ്ക്ക് 1 രൂപ ഒന്ന് ഇതിലേക്കൊന്ന് അയച്ച് സപ്പോർട്ട് ചെയ്യണം. മാസ് ഡിസ്മാൻഡിലായി. മാസൊക്കെ ഓൾറെഡി ഒത്തിരി നാൾക്കുമ്പോ ഡിസ്മാൻഡിലായതല്ലേ ഇവിടുന്ന്. And I really feel good when you all guys are on the frame. Thank you for the amazing RP and experience. Always Eagle fan. Thank you so much, bro. Thank you. സ്കാനർ കിട്ടും. അവന്റെ UPI ഫുൾ ആയെന്ന് തോന്നുന്നു കേട്ടാ. അതാണ് എന്റെ ഫുൾ ആയതാണ്. ബാങ്ക് ട്രാൻസാക്ഷൻ പറ്റുന്നു. മനാഫ് ബ്രോ ആണ് കൂടുതൽ ഇത് അയച്ചേക്കണത്. മനാഫ് ബ്രോ താങ്ക് യു സോ മച്ച്. മനാഫ് ബ്രോ മീൻസ് എ ലോട്ട്. എന്താണ് മുച്ചിരി പാട്ട് പാടൂടാ? ഷഫീഖ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 1 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു. ഞാൻ പാടിയ പോരാട്ടനെ അവർ റാപ്പ് ചെയ്യും. മുച്ചിരി മുച്ചിരി എന്തിയാ? ഇവിടെ ഇല്ല. അവനെ എവിടോ പോയിട്ട് അയൽക്കൂട്ടത്തിൽ എന്തോ പോയിരുന്നിട്ടെ പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോ ഓടിച്ചാടി കയറി വന്നതാ. സത്യം. റീമർ പാടോടാ? ഏതാ പാട്ട് വേണം? ഏതൊരു പാട്ട് പാടി? 2-3 ലൈൻ പാടിയാ മതി. നീ RP ഉണ്ടോ? ഉണ്ട്. ഞാൻ കേറാൻ പോവാ. I found a love. ബാക്കിയുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന അയച്ചാ കുസിമോ കേൾക്കാനാ. ഇങ്ങനെ മുക്കുന്ന സിറ്റി അപ്പായോ? ഓ ഇവിടെ എന്റെ ചാറ്റില് എക്സലാൻഡിസിന് ഒരു 7-8 അഡ്മിൻസിനെ ഞാൻ കണ്ടിപ്പോ. ബ്രാവോ 5M കേറിന്ന് பார்த்தோனே எல்லாரும் ஒண்ணே அப்ப ബ്രാവോ ആണ്. ക്യൂ ഇപ്പഴേ കേറി നിൽക്കാം. ക്യൂ ഒന്നും കേറാൻ നിൽക്കാം. ഞാൻ കേറിയ ശരിക്കുള്ള അഡ്മിൻസ് ആയിരുന്നു കേട്ടോ. പോലെ
എടാ ബ്രാവോ ഉണ്ടോടാ ഇവിടെ? ബ്രാവോടെ ബർത്ത്ഡേ ആട്ടാ. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് 12 എടാ മണിക്ക്. എടാ എല്ലാരും ഗ്യാങ് ഹൗസ് കയറിട്ടെ 12 മണിയാകുമ്പോ ഞാൻ പാട്ട് പാടാൻ പറയും. എല്ലാരും മുമ്പിൽ നിന്ന് പാട്ട് പഠിക്കണം കേട്ടോ. ഒറ്റ പിടിക്ക് പാട്ട് പഠിക്കണം. ഒറ്റയടിക്ക് പാടും. പുള്ളി മറ്റേ ഇപ്പൊ കേട്ടോ ഉള്ള കാര്യം പറയാലോ, പുള്ളി വെറ്റി. എന്തൊക്കെയാണ് എടാ മറക്കല്ലേ കേട്ടോ ആരും. ഈകളെ നീ മറക്കല്ലേ. ഇല്ല, ഇല്ല, ഇല്ല. 12 മണിയാകുമ്പോ ഞാൻ പാടും, കൂടെ പാടിക്കണം. സന്തോഷം ഹാപ്പി അത് വേണം. എന്താടാ ഗോകു? വാസോടെ വരാം. വെള്ളം കുടിക്കട്ടെ എല്ലാരും. എന്നോട്ട് എന്നോട്ട് അളിയാ ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ, ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോ അളിയാ മറ്റേ വെള്ളം ഇല്ലെന്ന് കിഡ്നിയിലൊന്നും. ആരുടെയാടാ നിന്റെ? എനിക്ക് എനിക്ക് എനിക്കും ഇല്ലെന്ന് തോന്നുന്നു. ലിവറും കിഡ്നിയൊക്കെ ഔട്ട് ഓഫ്. വെള്ളം കുടിക്കണം. എനിക്കാണെങ്കിൽ എനിക്ക് ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് അറിഞ്ഞൂടാ അത് എന്താണെന്ന്. ഇതെന്താ സെർവർ കണക്ട് ആവുന്നില്ല? എനിക്ക് അതൊന്നും കൂടി ഇതാക്കിയാൽ കേറി സെയിം പ്രോബ്ലം. ഈറ്റ് വാട്ടർ 3 ലിറ്റർ ഡെയിലി. എനിക്ക് ഇതിൽ ഒരു ഫുൾ കുപ്പി പോലും കുടിക്കാൻ പറ്റില്ല. ഇതൊരു 1 ലിറ്റർ 1.5 ലിറ്റർ ഉണ്ടാവുള്ളൂ. ഇതുപോലും എനിക്ക് കുടിക്കാൻ പറ്റണല്ലോടാ. 4 ലിറ്റർ കുടിക്കാൻ അറിയാളിയാ. 4 ലിറ്റർ. അതായത് നമ്മള് ജിമ്മിൽ പോകുമ്പോ 2 ലിറ്റർ എങ്ങനെ വലിയ കുടിക്കാം, സുഖമായിട്ട് കുടിക്കാം. നമ്മൾ അങ്ങനെ പിന്നെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ 2 ലിറ്ററിന്റെ ആ കുപ്പി ഞാൻ എന്റെ കാര്യം പറയാളിയാ. എന്റെ ഇതിനകത്ത് കിഡ്നിക്ക് വെള്ളം ഇല്ലാതെ ചത്തുപോകും. നീ കിഡ്നി ഓവർ വർക്കായി ചത്തുപോകും. 4 ലിറ്റർ ഒക്കെ കുടിച്ചാ. 7 ലിറ്റർ മിനിമം കുടിക്കുന്നുണ്ട്. 7 ലിറ്റർ ഗർഭിണിയോ? 7 ലിറ്റർ 3 to 4 ആണ് കോച്ച് മാക്സിമം. 3 to 4 വെള്ളം കൂടുതൽ കുടിച്ചാലും പ്രശ്നമാണ്. അത് നമ്മുടെ മറ്റേ ഇതൊക്കെ ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് ഒക്കെ അനുസരിച്ചാണ്. 4 ലിറ്റർ ഒക്കെ നോർമൽ എന്നാണ് ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് ക്ലിയർ ചെയ്താലേ ഇയാള് ടാങ്ക് ക്ലിയർ ചെയ്യുന്ന 1.5 മണിക്കൂർ എടുക്കുന്നത്. 7 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുക ഇയാള്. വെറുതെ അല്ലല്ലോ കൊറേ നേരം ചെറിയൊരു സീക്രട്ട് ഉണ്ട്. 8 ലിറ്റർ വെള്ളം കുടിച്ച് 700 പ്രാവശ്യം ടോയ്ലറ്റ് പോകേണ്ടി വരും. കോച്ച് ഞാൻ കോച്ചിനെ കുറിച്ച് ഒരു അപകടം പറയട്ടെ. അപ്പൊ വേറെ ആർക്ക് ഇருக்கு? ലൈവില് 10 വയ്യ. എടാ മിന്റി കൂടലാ നമ്മുടെ മിന്റിയാണത്. നമ്മുടെയാ എടാ സത്യം പറഞ്ഞ യൂട്യൂബിന്റെ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ബ്രാവെടുത്ത് പറഞ്ഞിട്ട് ഈ സിറ്റി കയറുമ്പം ഈ പാട്ടൊക്കെ മാറ്റിയിട്ട് മറ്റേ വേൽ മുരുകാഹരോഹര അതൊക്കെ ഇട്ടാ നല്ലതായിരിക്കത്തില്ലേ? പിന്നെ സെർവറിന് കോപ്പി റൈറ്റാ ആട്ടിടുന്നില്ലേ? സ്ട്രീം ചെയ്യുന്നവർക്കല്ലേ? എന്താ പറഞ്ഞതിന് തെറ്റെന്തോ? സ്ട്രീം ചെയ്യുന്നവർക്ക് ചുമ്മാ ഒരു മിനിറ്റ് പിന്നെ ചിരിക്കാനെന്തോ? ഞാൻ എത്ര തമാശ വല്ലതും പറഞ്ഞു? ഞാൻ സോറി ചേട്ടാ, ഇത് RP കഴിഞ്ഞേ. RP കഴിഞ്ഞെന്നാ? ഞാനാണെ ആദ്യം കയറിയത്. വെയിറ്റിംഗ് നമ്മള് വെയിറ്റിംഗ് എല്ലാരും വെയിറ്റിംഗ് ഉള്ള. എടാ ഹലോ മാർച്ച് അല്ലേ? മാർച്ച് 2 മാർച്ച് 2 ആയടാ. അടിച്ചാലും പോയിച്ച്. മാർച്ച് 2 അല്ല 3 ചേട്ടാ. ആ ടാച്ച് പോയി കളിയാ. ചന്ദ്ര യെസ് ഉള്ളവാ?
ഗൈസ് എക്സാം ഉള്ളവരൊക്കെ പോയി കിടക്കണേ. നാളെ എക്സാം ഉള്ളവരൊക്കെ നേരെ വിട്ടോ കേട്ടോ. ഇപ്പൊ എന്തോ എക്സാം നടക്കൂല്ലേ, +2ന്റെ എന്തോ എനിക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. +2ന്റെ എന്തോ എക്സാം നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. +2 ആണ്. ആ എന്നാ 6നോ 5നോ? ആ എല്ലാരും പോയത് പഠിച്ചോ. ലൈവ് ഒക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങക്ക് പിന്നാണെങ്കിലും കാണാം. ഛു. കൊടുങ്കാറ്റടിച്ചാൽ പോലും നീ ഒന്നും വീഴൂലല്ലേ? ഹലോ 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 ഹലോ, കൊടുങ്കാറ്റടിച്ചാലും നിന്നൊന്നും ഏക്കൂല തോന്നുന്നില്ലേ? എനിക്കൊന്നും കേട്ടോടാ. കൊടുങ്കാറ്റടിച്ചാലും നീ ഒന്നും വീഴൂലെന്ന്. വീണായിരുന്നല്ലേ? വീട് വീട് വീട്. നിനക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ ഡസ്ട്രോ? ഇല്ല ഇല്ല ഇല്ല, നമ്മ സിംഗിൾ. നമുക്ക് നമ്മ ഫാമിലി മതി. ഞാൻ നീங்க இல்ல 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 പറടാ. ലീഡർ കണ്ട പറയല്ല. ഇങ്ങോട്ട് തന്നെ. പറടാ. അണ്ണാ, ആ You know, you are my comfortable person. So, I talk to my everything. I will talk to you. അണ്ണാ ജനസിയോ പറഞ്ഞ ജനസിയോ പറഞ്ഞു. ലവ് യുടാ, ലവ് യു. അത്രയുള്ള അണ്ണ ദേഹത്ത് ടാറ്റു വല്ലതും അടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ ഞാൻ റൊണാൾഡോ ഫാൻ അല്ലടാ, ഞാൻ ടാറ്റു അടിക്കൂല. അണ്ണ നമ്മുടെ എല്ലാ ചന്തി കൊടുത്ത ആർക്കെങ്കിലും ഇല്ല അതറങ്ങി കൊടുത്തിട്ടില്ല. അണ്ണ നമ്മളെല്ലാരും ടാറ്റു പോയണ്ണ. കാറ്റ് പോയി, മുടി പോയി, ഫെയ്ഡ് പോയതോ? അറിയത്തില്ല, റീസാർട്ടിലൂടെ പോയതാ. പാക്കെടുത്ത് കളഞ്ഞു. അപ്പാപ്പന്റെ ഒരു വരവുണ്ടാവില്ല, വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ജോക്കി ഞാൻ വന്ന വാ. ചക്കെന്ന് പറഞ്ഞ കൊക്കുന്ന അല്ല, ഞാൻ സംസാരിച്ചു തീർന്നില്ലായിരുന്നു, സംസാരിക്കണം. സംസാരിച്ചു ജോക്കി സംസാരിച്ചു. കൊച്ചിന്റെ മോത്തൊക്കെ എന്തോ ഒരു മാറ്റം. ആ മുച്ചിരി ഇങ്ങ് വന്നേടാ, നിന്നെ ഞാൻ വിട്ടിട്ടില്ല, ഇങ്ങ് വാ. കണ്ണാപ്പി ഒന്നും ഇനി നോക്കണ്ട ജോക്കി, ഇനി വരത്തില്ല കേട്ടോ. അത് എടാ, ഇതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. സിറ്റി റീസെറ്റ് ആയത് റീസണാ, അത് ഒരു റീസണാ. പോയി ഇനി അതൊന്നുമില്ല. അത് അതല്ല, ഞാൻ വന്നില്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ്ലി എനിക്കൊരു ഡിസിഷൻ എടുക്കാവോ അതിനകത്ത്? ഞാൻ അങ്ങ് പറഞ്ഞിട്ടോ, നിന്റെ അടുത്ത് പറഞ്ഞ അവനാണ് മാമന് സ്ലോട്ട് കൊടുക്കാൻ പറഞ്ഞ എന്നോട്. എടാ കണ്ണാപ്പി ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് 6 റോള് മാമനാണ് ഒരാഴ്ചത്തേക്ക്. കണ്ണാപ്പി ഗ്യാങ്ങിലില്ലേ ഒരാഴ്ചത്തേക്ക്? ഓക്കെ, എന്നാ അങ്ങനെ ഇടാൻ ജോക്കി. ആ കണ്ണാപ്പി ഇല്ല ഒരാഴ്ചത്തേക്ക്. മാമനും വന്നിട്ടില്ലല്ലേ? അണ്ണാ മിസ്റ്റർ എക്സ് നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറയാണ്. മിസ്റ്റർ എക്സിന്റെ നമ്പർ ഒക്കെ ഡ്രോപ്പ് ചെയ്തോ? എടാ കണ്ണാപ്പിക്ക് ഒരാഴ്ച ഗ്യാങ്ങിൽ നിന്ന് സസ്പെൻഷൻ ആണ്. വരുമ്പോ കൂട്ടുകാരൻ പവർ ബാങ്ക് യൂസ് ഒന്ന് ചാർജ്. മോശമാണ് ഇതൊക്കെ. ആണോ? കണ്ണാപ്പിയുടെ ഡൈഹാർഡ് ഫാൻ കേട്ടോ ചാറ്റില്. സപ്പോർട്ടല്ലേ? എടാ അത് തീരുമാനമാണ്. കണ്ണാപ്പിക്ക് ഒരാഴ്ച സസ്പെൻഷൻ, ആ സ്ലോട്ടിൽ മാമൻ ഒരാഴ്ച എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കിയിട്ട് ഇവന്റെ കാര്യത്തിൽ നീ ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്താ വെച്ചാൽ കാണിച്ചു. അപ്പൊ കണ്ണാപ്പിക്ക് മാമനാണ് ഒരാഴ്ചത്തേക്ക് വന്നില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാൻ ചോദിക്കും. കേറില്ലെങ്കിൽ ഇപ്പൊ കേറിയില്ലെങ്കിൽ അത് തന്നെ. ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാം ഉറപ്പായിട്ടും. കേറിയില്ലെങ്കിൽ നമ്മളെ ഇവിടുന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ കേറിയില്ലെങ്കിൽ അതാണ് ഡിസിഷൻ. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ മുച്ചിരി ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞായിരുന്നല്ലോ, എന്തോ കേട്ടില്ല. അതിനകത്ത് മുമ്പ് ഞാൻ കത്തി. ഇപ്പൊ എങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് വെള്ളമാണ് ലോക്കറുണ്ട്. എന്തും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലായിടത്തും ഞാൻ ഇത് ചെയ്യുകയാണ്, എന്തോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ട, ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ.
പിന്നെ റീസൺ അല്ലാത്ത പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് മാന്തി സിറ്റുവേഷൻ എടുക്കും എന്താ വെച്ചാൽ കാണിച്ചു. അല്ലാത്ത പക്ഷം വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി മാന്തി നമ്മളൊരു വള്ളി ഗ്യാങ് ആവരുത്. മനസ്സിലായോ? സിറ്റുവേഷൻ ഒക്കെ എടുത്തോ, പക്ഷെ അതൊരു പ്രോപ്പർ സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ല ചുമ്മാ കയറി അവിടെ ഇവിടെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങില് ഒരാഴ്ച മോണിറ്റർ ചെയ്യും. നമ്മൾ ആരും തെറി ഉപയോഗിക്കരുത്, ഏത് രീതിക്കുള്ള തെറിയാണെങ്കിലും. മനസ്സിലായോ? എടാ മനസ്സിലായോ? അങ്ങോട്ട് ഉഷാറാണ്. നീയൊക്കെ രാത്രി മല കയറാൻ പോകുമ്പോ നിനക്കൊക്കെ ഇല്ലാത്ത ഉഷാറാണല്ലോടാ. ഹലോ 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 മിസ്റ്റർ ബാസു, കേക്കാണ് ഓക്കെ. സോ ഫ്രീ ആണോ മീറ്റ് ചെയ്യാൻ? എനിക്കൊരു 10 minutes കൂടെ തരുമോ? കറക്റ്റ് 12 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ വരാം. കറക്റ്റ് 12 മണിക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? അതെ, കാരണം 12 മണിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പിറന്നാളാണ്. ഒന്ന് വിഷ് ചെയ്തിട്ട് കേക്ക് എടുത്തോട്ട് വരാം. അതാ ചോദിച്ചു, വേറെ പരിപാടി ഉണ്ടോന്ന് വെച്ചതുകൊണ്ട്. ഇന്ന് പരിപാടി ഇല്ല, അതിന്റെ പരിപാടി ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാ, സംസാരിച്ചിട്ട് എന്റെ ബാക്കിയിട്ട് അങ്ങോട്ട് 12 മണിയാകുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ 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 കേക്ക്. ഈ കേക്കെ പറഞ്ഞു. 101 പുള്ളിയുടെ നമ്പർ. അപ്പാപ്പന്റെയോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറി നിന്നോട്ടെ. എനിക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ നമ്പർ. നോട്ട് ചെയ്തു. 101 അല്ലേ? അടുത്തൊന്ന് പറഞ്ഞ ചിലപ്പോ വിഷമോ. എന്നാ വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല എല്ലാരും ഒരുമിച്ച് ഒരേപോലെ മുന്നേറുക എന്നുള്ള കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം അണ്ണനെ പോലെ. അതെ അതെ, എല്ലാരും ഞാനും അല്ല നിങ്ങളത് ജോഗിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ടിവിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന്. അറിയോ? പിന്നെ എനിക്ക് ഇവനെ മാത്രമല്ല, ഇവനെ കണ്ട് പഠിക്കും നിങ്ങള്. പെണ്ണിന്റെ ശരി ശരി. അതെ, പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ അണ്ടി പ്രവർത്തിക്കരുതെന്ന്. നിങ്ങൾ ആരും ആ സാധനം പ്രവർത്തിപ്പിക്കരുത്. കാരണം കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട. മനസ്സിലായോ? ഇന്നലെ വെളുപ്പകാലം 12 മണിക്ക് മൗണ്ട് ചില്ലാണ്ട് മണ്ടയിലായിരുന്നു. ഓൾറെഡി ആയിപ്പോയതോ. സിറ്റി പഠിക്കാൻ സിറ്റിയുടെ ഓരോ സിറ്റി പഠിക്കാൻ വല്ലതായിരിക്കും. അവൻ അങ്ങനത്തെ ഒന്നും പോത്തില്ല. ഞാൻ എടുത്ത് വളർത്തിയവനാ, അങ്ങനൊന്നും പോത്തില്ല. ജോഗി ഇതൊക്കെ ജോഗി കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ഥലം വന്ന്, ഞാൻ കൊണ്ട് കാണിച്ചില്ലായിരുന്നോ ജോഗി? അതേപോലെ ചില്ലയാടില് പുതിയ സ്ഥലം വന്ന്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ എന്താണ് ഈ പൊഹ വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ നീ ഇപ്പൊ ഇത് കാണിച്ചേ? ഇല്ല, ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മറ്റേ സാധനത്തിന്റേത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം ഞാൻ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവേ. വന്നല്ലേ? ഇത്ര നേരം എവിടെ ആയിരുന്നടാ? നെറ്റ് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതെ, ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജുകൾ എത്തണ്ടേ? ഇതാണ് ഡിസിഷൻ എന്നുള്ളതിന്റെ ഒക്കെ. അത് പേഴ്സണൽ ഇൻബോക്സിൽ എത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പാവം ഉണ്ടാ മാവൻ. അല്ലല്ല എന്റെ ഇതായിരുന്നു. അപ്പം ഇവന്റെ ശബ്ദത്തിലുള്ള ഇടർച്ചയും വിഷമം കാണിക്കലും ഒക്കെ ഒരിക്കലും വീടരുതേ ജോക്കി, ഒരിക്കലും. ഇല്ലല്ലടാ, ഞാൻ ഒരിക്കലും ഇവന്റെ ഈ ഗ്യാങ്ങിലെ നമ്മുടെ ഗ്യാങ്ങിലെ ഏത് പിള്ളേരുടെ വിഷമം വേണമെങ്കിലും ഞാൻ കേൾക്കും. പക്ഷെ ഇവന്റെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ റിലേഷൻഷിപ്പിലല്ലേടാ കണ്ണാപ്പി? ബ്രേക്കപ്പ് ആയി. അപ്പൊ എടാ ലോറ സിംഗിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ലോറയുടെ തന്നെ എന്തെങ്കിലും ഇഷ്ടമല്ല. അത് മോശമല്ല അതെന്താ എന്ത് മോശം? മോശം എന്ത് അതെന്ത് മോശം മോശം? അതെന്ത് മോശം? പിന്നെ അതിനൊന്നും ഒരു മോശവും ഇല്ല, ഒരു മോശവും ഇല്ല അതിനൊന്നും. ഒരു മോശവും ഇല്ല. ഇതാ ജോക്കി പറഞ്ഞ, ഇതാ ജോക്കി പറഞ്ഞ. എടാ നിന്റെ ഫോൺ തന്നെടാ, നിന്റെ ഫോൺ തന്നെ കണ്ണാ, നിന്റെ ഫോൺ തന്നെ ഇവന്മാരാണ് ഇത്രയും പേര് മാറിയിരിക്കുന്നുണ്ടല്ലോ. അവന്മാർക്ക് ഉറപ്പുള്ളതുകൊണ്ട് സമ്മതിച്ച് മാറി നിന്ന്. കണ്ണാ. അതൊന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും ഇല്ലടാ, സമ്മതിക്കാനുള്ള ഒന്നും ഉറപ്പെങ്കിലും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും. അല്ലടാ ഇന്നലെ ബ്രേക്കപ്പ് ആക്കിയിരുന്നു. ഇന്നലെ ബ്രേക്കപ്പ് ആക്കി പെണ്ണ് സിംഗിളാന്ന് പറയുന്നതിന് ഇപ്പൊ എന്ത് പ്രശ്നം? ഇപ്പൊ സിംഗിളാണ് ഞാൻ. നീയല്ല അവൾ. അവള് സിംഗിളാണ്. അപ്പൊ പിന്നെ എടാ ആരാന്ന് വെച്ചാ നോക്കിക്കോളാല്ല, നോക്കണ്ട. പക്ഷെ സിംഗിളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ലോറയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമായെന്ന് പറഞ്ഞാൽ മതി. സാറൊക്കെ ഉണ്ടെന്നാ നമ്മൾ അറിഞ്ഞേ. ഇല്ല അവൻ കൂട്ടുകാരുടെ പെണ്ണിനെ പ്രേമിക്കണ്ടാവൻ. പിന്നെ ഇനി അടുത്ത വട്ടം തൊട്ടിട്ട് ഒരു മിനിറ്റ് വേറൊരു കാര്യം. മോശം കണ്ണാപ്പി മോശം. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ പെണ്ണാണെന്ന് പറഞ്ഞ സമ്മതിച്ച് ധൈര്യത്തോടെ അവിടെ പോയി നിന്ന്. പെണ്ണില്ലാത്ത മുച്ചിരി വരെ കള്ളപ്പെണ്ണുണ്ടാക്കി അവിടെ പോയി നിന്ന്. എന്നിട്ട് നീ ശരിക്കും പറയുന്നുണ്ടല്ലോ. നക്കുന്നതല്ല ജോക്കി, അനക്കുണ്ടെന്ന് അപ്പൊ വേറൊരു കാര്യം കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണിന്റെ കാര്യത്തില് എല്ലാരും നമ്പർ. ഞാനൊരു കാര്യം പറയാം, വേറെ ഏതെല്ലാം പറയണേ ജോക്കിയുടെ പറഞ്ഞ വെച്ചാ, ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് ഇവന്റെ ഫോൺ മേടിച്ച് തെളിയിക്കാം. പിന്നെ വേണ്ട, നമ്മുടെ അടുത്ത് ഓൾറെഡി കള്ളം പറഞ്ഞിരിക്കുന്നവന്മാരൊന്നും ഇത് നമ്മൾ പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കരുത്. അതെ 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 സത്യം സത്യം സത്യം. പിന്നെ കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണ് എടുത്തിട്ട് ഗണ്ണിന്റെ ആ ഒരു പ്രോപ്പർ നമ്പർ എല്ലാരും ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ വെറുതെ വള്ളി ഒന്നും പിടിക്കാൻ പോകരുത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. രാത്രിയുള്ള മലകയറ്റം കുറച്ചിട്ട് ഗ്യാങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ആ പെണ്ണുങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്, ഗ്യാങ്ങിലുള്ളവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ വളരെയധികം ഉപകാരപ്പെട്ടേനെ ഗ്യാങ്ങിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല്. സോ രാത്രി പെണ്ണായിട്ട് മല കയറുന്നതിന് പകരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മല കയറി കഴിഞ്ഞാൽ നന്നായിരിക്കും. മല കയറുന്നതിന് അർത്ഥം അത് മാത്രമേ ഉള്ളൂ. ജോക്കി ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ഇപ്പോഴത്തെ കാലം ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. എന്നാ പിന്നെ കൂട്ടത്തോടെ നിങ്ങൾ എവിടെയെങ്കിലും മറ്റേ മുതുക്കില്ല നിന്നെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ വാസു, ഒന്ന് പോസ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. നിന്നെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ആൾക്കാർ നീ രാത്രി മല കയറാൻ പോയി, പിന്നെ ദർന്നും പറഞ്ഞിട്ട് ഒരുത്ത മുച്ചിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞു ദർന്ന് പോയിട്ടുണ്ട്. അണ്ണം വരുന്ന സമയത്ത് ഗോഡ് ഫാദർ ഇപ്പൊ പോകും, എല്ലാത്തിനും കിട്ടുവേ, എല്ലാത്തിനും കിട്ടും. സസ്പെൻഷൻ നല്ല ഡിസ്മിസൽ ആയിരിക്കും. പണ്ടത്തെ ഗാങ്ങിലെ അണ്ണൻ മിസ് ചെയ്തവരെ മനസ്സിലാവും. വാസു സീരിയസ്ലി ഞാൻ എന്തൊരു കാര്യം പറയൂ, നീ ഈ ഗ്യാങ് പ്രോപ്പർ ആയിട്ട് നോക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇല്ല ജോക്കി. അത് വാസുമോന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അത് എല്ലാവരുടെ അടുക്കുകയും പറഞ്ഞിട്ടില്ല. വാസുമോൻ അത് അപ്രൂവൽ വാങ്ങിയില്ല ജോക്കിയുടെ. ഇല്ലല്ല, ഇനിയിപ്പോ അപ്പം പറഞ്ഞു, ഞാൻ സംശയം മാറ്റം ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു. തെളിയിക്കണ്ട, എന്തിനു തെളിയിക്കണം? ഞാൻ ജോക്കി, നമ്മുടെ ഗാങ്ങിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ട് അവര് മറ്റുള്ള ഗാങ്ങുകളിൽ സ്പൈ ആയിട്ട് കയറാൻ പോവാണ്. അതാണ് പ്ലാൻ ദർ. ഓപ്പറേഷൻ ദുരന്തർ. കൊള്ളാം. അത് നല്ലതാണ് ആ പരിപാടി. അതെ അതെ, അത് വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ജോക്കിയോട് അത് പറയാലേ വാസുവിനെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. നീ ഷാൻ എന്തുവാ? അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ജോക്കി. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതില് ഓപ്പറേഷൻ ദർശില് ആദ്യ സ്പൈ ആയിട്ട് പോണത് ഞാൻ തന്നെയാണ്. രൂപമൊക്കെ മാറി. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഷാൻ റഹ്മാൻ.
എടാ നൈസ് വൺ. ഇങ്ങനത്തെയൊക്കെ എടാ കണ്ടു പണിയടാ മാക്കാമാരെ. ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് രാത്രിയാവുമ്പോ മലയുടെ മുകളിലും കാടിന്റെ മുകളിലും ഇപ്പൊ ഇരുട്ടിന്റെ മറവിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ഇവൻ കണ്ടുപടി. പാസ്മോനെ കണ്ടുപടി. കണ്ടല്ലേ നമ്മള് പഠിക്കൂ. അടുത്ത വഴിയായിട്ട് കയറാൻ പോകുന്നു. കണ്ടില്ലല്ലോ എവിടെയും വല്ല മലയുടെ മുകളിലോ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജോഗി 2 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസാക്ഷൻ നടത്തണേ കറക്റ്റ് ആയിട്ട് കേട്ടോ. അത് 2 മിനിറ്റ് ട്രാൻസാക്ഷൻ. എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. 2 മിനിറ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കാം കാർലോ വരെ. കാർലോ എന്നെയൊക്കെ മുമ്പേ വിഷ് ചെയ്ത് കുണ്ടത്തരം കുറയ്ക്കണം. ജോക്കി വിളിക്കുന്നു. ടീഷർട്ടെല്ലാം കിടലുക. അപ്പൊ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ കാര്യം താങ്കൾ ഒരു കാര്യം താങ്കൾ പ്രായത്തിന് മുകളിലാണെങ്കിലും നമ്മൾ കുറെ നാളിങ്ങനെ തോളിനോട് തോള് കൈയിട്ട് നടന്ന് വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അങ്ങനെ പറയട്ടെ ജോക്കിയാണ് എന്റെ എന്താ പറയാ ഫാഷൻ. വയസ്സായിരിക്കുകയാണ്. ഹലോ വിളിക്കാൻ തുടങ്ങി. ആരുടെ കുലുക്കുന്നേ? സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ എന്തോ വേണോ എന്റെ പൊന്ന പാപ്പ. ഓ എന്ത് ചെയ്യാനാ ജോക്കി. താങ്ക് യു ജോക്കി. വെൽക്കം. എന്തായാലും ഒരു നല്ല ബർത്ത്ഡേ ദിവസമായിട്ട് ജോക്കി ദർശനം കിട്ടിയല്ലോ. അത് തന്നെ ഭാഗ്യം. ദർശനം അവിടെ ദർശനം സർവം ദർശനമയം. പേര് കൊള്ളാം കേട്ടാ. ദർശ് ഇതിന്റെ പേര് നമ്മുടെ സർവർ അപ്പൊ ഒരു 100 കോടി ഫോൺ തരണേ. എനിക്ക് അപ്പാപ്പ എനിക്കൊരു സൈഡ് കീപ്പിംഗ് ദിസ് ബർത്ത്ഡേ സൈഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മാക്കാമാരെ കണ്ട് പഠിക്ക്. ഇവിടെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് അവൻ ഷാൻ റഹ്മാനായിട്ട് ഉള്ളിൽ പോകുന്നു, പൈ അടിക്കുന്നു. നീയൊക്കെ രാത്രി എന്താണ് ഈ ചെയ്യുന്നത്? എടാ ഇങ്ങനത്തെ വല്ല അവരും പ്ലാൻ തരല്ലേ ഒരു പാട്ടാണ്. ഇതൊന്നെ വയറ്റില്ല വെച്ചിട്ടുള്ള ബർത്ത്ഡേ ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പാപ്പൻ കുറച്ചു അപ്പാപ്പനായല്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് 29 വയസ്സ് തികയുകയാണ്. 29 വയസ്സോ? 10 വർഷം മുമ്പ് ചീഞ്ഞ കോമഡി. 2026 ആയത് 19 ഞാനും ജോക്കിയൊക്കെ പിന്നെ ജോക്കി സത്യം പറഞ്ഞാല് എന്താ പറയാ, ഞാനും ജോക്കി ഒരേ ഏജ് ആയതുകൊണ്ടേ ജോക്കിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ എഗൈൻ എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പൈസ കനത്തിലാ പ്രതീക്ഷിക്കുന്നത്.
അവര് തന്നെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തരും വാസവന്. എന്താ പോകുന്നുണ്ടോ നമ്മള്? പോവാ ജോക്കി അപ്പൊ വാസവനെ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പോയിട്ട് പോയിട്ട് അപ്പാപ്പൻ ഗുഡ് Okay, thank you, thank you, love you too. Love you too. ഹാപ്പി ബർത്ത്ഡേ. പോയിട്ടാ വൈകിട്ടെങ്ങനെ ഹലോ ഹലോ വാസോണാണോ? അതെ ആരാ? നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്തുള്ള ഒരാളാണ്. പറഞ്ഞു. മീൻസ് പേരെന്താ? സുഖാണോ? സുഖമാണ്. എന്താ എന്താ പരിപാടി? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയ്ക്കാ ബ്രോ. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓ ശരി ബർത്ത്ഡേ ആണ്ട് വിളിച്ചതാണ്. ഓക്കെ ശരി എന്നാ. എന്റെ ബർത്ത്ഡേ അല്ല. അല്ല അപ്പന്റെ. ഓക്കെ അപ്പൊ അത് പറഞ്ഞിട്ട് നാളെ ഒരു അരയെടുത്തിരിക്കണോണ്ടാ. വൈകിട്ടത്തേക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഞാനിപ്പോഴല്ലേ അറിയുന്നേ. സെറ്റാക്ക. ഓക്കെ എന്താ ബ്ലാക്ക് മാഫിയോട് പോകലെന്ന് പറഞ്ഞു. അടുത്ത് വരാൻ പറഞ്ഞു. നമ്മുടെ ടിവിയിലെല്ലാരും ഈ സൈഡിലോട്ട്, ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഈ സൈഡിലോട്ട് വന്നടാ. ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് എല്ലാവരും അവര് ബ്ലാക്ക് മാഫിയ അവിടെ ഇരിക്കട്ടെ. ജോക്കി ഒരു മിനിറ്റ് ജോക്കി. അല്ലല്ല ഒരു മിനിറ്റ്. ചന്ദ്ര കേക്കാവോ? ബ്ലാക്ക് മാഫിയ ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കമാൻഡോസ് അല്ലേ? ജോക്കിയെ മാറ്റി വിടുന്ന എങ്ങനെയും. ബുദ്ധി വേണം, ബുദ്ധി. ജോക്കി ആരെങ്കിലും 2-3 പേര് ചേർന്ന് ജോക്കിയെ താഴെ കൊണ്ടുപോയി മറ്റേ ശവക്കല്ലറ അവിടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ക്യാരക്ടർ വിടല്ലേ? കമാൻഡോസ് ക്യാരക്ടർ വിടല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാരും ഇവരെ പരിചയപ്പെടുക. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് എന്താ പറയാ, നിങ്ങള് വേറെ സിറ്റിയിൽ എനിക്ക് എന്താ പറയാ ഇവരായിട്ട് വേറെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും വരാൻ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ ഇവർക്ക് നേരത്തെ തൊട്ട് നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ കുറെ മുന്നോട്ട് പറയുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരെ വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ഇവര് BM ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിലും ഓൾറെഡി ഇപ്പൊ ഇതിലാണ് എല്ലാരും കാണുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അവരുടെ സൈഡിൽ അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിട്ട് ആണ് അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അന്നൊന്ന് മാറി നിൽക്കുക, എല്ലാവരുടെ അടുക്കാണ്. ഞാൻ മാറി ഞാൻ കക്കൂസില. പൂളിന്റെ അടുക്കലോട്ട് വരാവോ? വേഗം വരാവോന്ന്. ഞാൻ നോക്കി ഇവിടെ ഉണ്ട്. പൂള് വെളിയിലത്തെ പൂളില്ലേ? വേഗം വാ. അണ്ണൻ എന്തോ പണി നോക്കിയാണോ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അണ്ണൻ പ്ലാനെ ഇത് ദർശനയുടെ കാര്യം മലയുടെ മണ്ടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്ര ഒരു കാര്യം പറയാനുണ്ട്. അണ്ണനെ ചിഞ്ചുവിന്റെ കേസിൽ സഹായിക്കുന്നോണ്ട് മാത്രം ഞാൻ അണ്ണന് പറഞ്ഞു തരുവാ. ആണല്ലേ? അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കത്തില്ല ചിഞ്ചുവിന്റെ കേസിൽ? അല്ലല്ല, അല്ലെങ്കിൽ നമുക്ക് അണ്ണനോടല്ലേ സ്നേഹമുള്ളൂ. അതെ പറ കേക്കട്ടെ. അപ്പം അതായത് അവര് കൂടെ പോകുന്നത് കാണിക്കാൻ വേണ്ടിട്ടില്ല, വിഷം കുത്തു അണ്ണനെ പറ്റി. അതെ കുഴപ്പമില്ല. അഥവാ ഇനിയിപ്പോ ദർശനമായിട്ടുള്ളത് സെറ്റായില്ലെങ്കിൽ ഞാൻ സൂസനെ നോക്കിക്കോളാം. മറ്റേ എനിക്ക് അർജന്റായിട്ട് അകത്തോട്ട് പോണേ. അണ്ണ എങ്ങനെ ഹലോ പറഞ്ഞു. നമ്മള് അന്ന് വസന്തത്ത് പറഞ്ഞൊരു ഡേറ്റ് പരിപാടി ഇവന്റിന്റെ അത് നടത്താൻ പറ്റിയില്ല. കുറച്ച് പണി കിട്ടി. മനസ്സിലാവാം.
നമ്മൾ 6-ാം തീയതി നോക്കുന്നുണ്ട്. അപ്പൊ വാസവണ്ണ ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നടത്തായിരുന്നു. 6-ാം തീയതി അല്ലേ? എടാ 9 ആക്കും. അതാവുമ്പോ കറക്റ്റ് ആണ്, സെറ്റ് ആണോ എല്ലാം? ഇതാണ് കാരണം ദേവൂട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ മനസ്സിലായി. 9-ാം തീയതി ആക്ക്. ഓക്കെ 9-ാം തീയതി 9 അല്ല, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ട് ഒരു 10 ആക്കിക്കോ. കറക്റ്റ് 10 ആക്കിക്കോ. 10-ന് നമുക്ക് എല്ലാരും ഉണ്ടാവും, സെറ്റ് ആക്കാം. 10 അല്ലേ? 9 അല്ലേ 10. അതിന്റെ ഏത് ഐഡിയൽ ടൈം എപ്പോഴാന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ അതാകുമ്പോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കിടലായിട്ട് നടത്താം. മനസ്സിലായി. ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ സംസാരിക്കാൻ പറ്റാതില്ല. അല്ലടാ, ഞാൻ പറയണ നിങ്ങളുടെ എല്ലായിടത്തും ഇൻ കേസ് ഇപ്പൊ സിറ്റിസൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ടി വിയിലെ പ്ലേയേഴ്സ് ആരുടെങ്കിലും വരാനാണെങ്കിൽ ആദ്യം തന്നെ ഇവരോട് ഞങ്ങൾ ബ്ലാക്ക് മാക്സിൽ ഉള്ളതാണെന്ന് അങ്ങ് പറയണം. അത് പാസ്സാവുന്നതിന് മുമ്പ്. ഇവർക്ക് എല്ലാരും നമ്മളെ അറിയാം. അല്ല, എന്നാലും ഞാൻ പറയാം എന്തെങ്കിലും കേസിൽ വരും, അങ്ങനെ വരുവാണെങ്കിൽ ബ്ലാക്ക് മാഫിയ ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ എടാ, ഞങ്ങള് പോയി മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാറുണ്ട്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ചന്ദ്ര, ഞാൻ ഒന്ന് പോയിട്ട് വരാവേ.